നമസ്കാരം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത നഗരമാണ് വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലം. എന്തായാലും മോദി കഴിഞ്ഞ ആഴ്ച തന്നെ വാരണാസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുൻപ്. അതിനു മുൻപ് തന്നെ വാരണാസി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി BJP മോദിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്ഥാനാർത്ഥി ആയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ വരവ്, വാരണാസിയിലേക്കുള്ള ആദ്യ വരവ് വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്. സന്ധ്യാനേരത്താണ് അദ്ദേഹം വാരണാസി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അതിനുശേഷം നേരെ കാശിനാഥനെ കാണുന്നതിന് വേണ്ടി മോദി പുറപ്പെടുകയായിരുന്നു. ഈ സമയത്ത് നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലും തിരക്ക് കൂട്ടി നിന്ന ജനക്കൂട്ടം ഭാരത് മാതാ കി ജയ് എന്നോ അല്ലെങ്കിൽ BJP ജയ് എന്നോ അല്ല വിളിച്ചത്, മറിച്ച് ഹർ ഹർ മഹാദേവ എന്നാണ്. ആ ശിവസ്തുതിയോടുകൂടിയാണ് മോദിയെ വാരണാസി നഗരം വരവേറ്റത്. കാശിനാഥന് മുന്നിൽ പ്രാർത്ഥനാപൂർവം നിന്നുകൊണ്ട് മോദി തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുകയും ചെയ്തു. എന്തായാലും വാരണാസിയിൽ മോദി പ്രസംഗം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും ഹർ ഹർ മഹാദേവ് എന്ന ശിവസ്തുതിയോട് കൂടിയായിരുന്നു. ക്ലാസ് എടുക്കും പോലെ എങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കണം, എങ്ങനെ സർക്കാരിന്റെ നേട്ടങ്ങൾ പറയണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെയാണ് മോദി ആ പ്രവർത്തകരോട് പറഞ്ഞത്. മോദിയുടെ ക്ലാസ് വാരണാസിയിൽ ഏറ്റമട്ടാണ്. കാരണം ഇപ്പോൾ വാരണാസിയിലുള്ള BJPയുടെ പ്രവർത്തകർ ഏറ്റവും അധികം പറയുന്ന മുദ്രാവാക്യം ഹർ ഹർ മഹാദേവ് എന്ന ശിവസ്തുതി തന്നെയാണ്. അവർ ഓരോ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഓരോ ചെറു യോഗങ്ങളിലും ഈ ഹർ ഹർ മഹാദേവ് എന്ന ഒരു ശിവസ്തുതി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. തീർച്ചയായും നരേന്ദ്രമോദി കാണിച്ചു കൊടുത്ത ഒരു മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ശിവസ്തുതി ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തോട് ചേർത്ത് വെക്കുന്നത്. നമുക്കറിയാം, വാരണാസിയിൽ ഇക്കുറി BJP പ്രവർത്തകരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നാൽ മോദിക്ക് 10 ലക്ഷം വോട്ടുകൾ നേടിക്കൊടുക്കുക എന്നതാണ്. അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും വാരണാസിയിൽ നിന്നും വിജയിച്ച് കയറുമെന്ന്. എന്തായാലും വാരണാസിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും BJPയുടെ ഒരു കോട്ട തന്നെയാണ് അത്. മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയുടെ തട്ടകമായിരുന്നു മുൻപ് വാരണാസി. അന്നും BJP വലിയ ശക്തിയായി തന്നെ വാരണാസിയിൽ ഉണ്ടായിരുന്നു. 2014 ശേഷം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതിന് ശേഷം ആ കരുത്ത് കുറച്ചുകൂടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മണ്ഡലത്തിന്റെ മുഴുവൻ ചരിത്രം എടുക്കുകയാണെങ്കിൽ വാരണാസിയിൽ കോൺഗ്രസിനുള്ള പ്രാധാന്യവും ചെറുതല്ല. അവരെ അവിടെ പൂർണ്ണമായും എഴുതി തള്ളാനും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ വാരണാസി മുഴുവൻ മോദി പ്രഭാവമാണ്. കാശി വിശ്വനാഥിന് ശേഷം വാരണാസിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഓരോ മനുഷ്യരും ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ വാരണാസി എന്ന മോദിയുടെ മണ്ഡലത്തെ പറ്റിയായിരിക്കും, മോദിയെക്കുറിച്ച് തന്നെയായിരിക്കും. നിലവിൽ എന്തായാലും വാരണാസി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 10 ലക്ഷം വോട്ടുകൾ ഉറപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ ഹർ ഹർ മഹാദേവ് എന്ന ഒരു ശിവസ്തുതി കൂടി ഉപയോഗിക്കുന്നു എന്ന വാർത്ത അത് ദേശീയ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടിൽ തന്നെ നൽകുന്നുണ്ട്. കാരണം ഇത് ഹൈന്ദവരെ വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന ഉറപ്പ് BJPക്കുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.